ആരത്? കുഞ്ഞാറ്റേ? സ്കൂൾ വിട്ടാ? മാമൻ ദുബായിന്ന് വരുന്ന അമ്മ പറഞ്ഞിരുന്നോ? വേഗം വീട്ടിൽ പോയി കുളിച്ചിട്ട് വാ. മാമൻ കുറച്ച് സാധനങ്ങളോട് നടക്ക്. ആ ശരി. ആ മോളെ, വരുമ്പോ നല്ല ഡ്രസ് ഇട്ട് പോരെ. രാത്രി നമ്മൾ സിനിമക്ക് പോകുന്നുണ്ട്. നല്ല ഫുഡൊക്കെ പുറത്തുനിന്ന് വെച്ചിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരാം. ഓക്കെ? ആ ശരി മാമ. അമ്മ മാമൻ വന്നല്ലേ, ഞാൻ മാമനെ കണ്ടു. എന്നോട് കുളിച്ചിട്ട് വേഗം പുതിയ ഉടുപ്പിട്ട് വരാൻ പറഞ്ഞു. സിനിമയ്ക്ക് പോയിണ്ട് പോലും എന്നോടും ചെല്ലാന്. പിന്നെ രാത്രി ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്ക. എന്തിനാ മോളെ, അതൊക്കെ നമുക്ക് ശീലമില്ലാത്തതല്ലേ. അമ്മ പ്ലീസ്, എന്റെ കൂട്ടുകാരൊക്കെ സിനിമയ്ക്ക് ആയതും പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്ക് നല്ല കൊതിയാവുന്നുണ്ട്. പക്ഷെ നമ്മക്ക് അതൊന്നും സാധിക്കില്ലല്ലോ വെച്ചിട്ടാണ് ഞാൻ പറയാത്ത. മാമന്റെ അപ്പൂന്റെ അമ്മായിയുടെ ഒക്കെ ഒപ്പല്ലേ. പ്ലീസ് ഞാൻ പോട്ടെ. ഇനിയിപ്പോ വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ അവൻ എന്താ വിചാരിക്കുക? ആ പൊക്കോ. താങ്ക് യു. അച്ഛൻ എത്തിയില്ലേ അമ്മ? അച്ഛനെ കുറച്ച് ദൂരത്തേക്കാ ഓട്ടം കിട്ടിയത്. ഞാൻ കുളിച്ച് പുതിയ ഉടുപ്പിട്ടിട്ട് വരാം. ഹോട്ടലിൽ നിന്ന് അവര് വാങ്ങിത്തരുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാവൂ കേട്ടോ. അത് വേണം ഇത് വേണമെന്നൊന്നും പറയരുത്. എന്താ വേണ്ടെന്ന് ചോദിച്ചാല് മാമന്റെ ഇഷ്ടം എന്ന് പറയണം കേട്ടോ. സിനിമ കാണുമ്പോ മിണ്ടാതിരിക്കണം. തമാശക്ക് കേൾക്കുമ്പോഴേ പയ്യെ ചിരിക്കണം. മാമനും അമ്മായിക്കും ശല്യം ഉണ്ടാക്കരുത് കേട്ടോ. സന്തോഷമായിട്ട് പോവുക. അല്ല, എന്റെ കുഞ്ഞാറ്റേ? അതിന് അവര് പോയില്ലോ. അയ്യോ പോയോ? അതെന്താ എന്നെ കാട്ടി നിക്കാനേ? ഇന്നോളും പുതിയ ഉടുപ്പിട്ട് വരാൻ പറഞ്ഞതാണല്ലോ. ആ മൂദേവിടെ ഉണ്ടാവുമ്പോഴോ കുട്ടിക്ക് തോന്നുന്നുണ്ടോ കുട്ടിയെ കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ നിന്നെ മാറ്റി അയച്ചില്ല എന്റെ മോള്. ഇവര് പോയില്ലേ? എന്താ പോയി? നിങ്ങള് പോയില്ലേ? മമ്മിക്ക് ഒരേ നിർബന്ധം, കുഞ്ഞാറ്റിനെ കൊണ്ടുവണ്ടാന്ന്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവളായിട്ട് ടൗണിലൊന്ന് കറങ്ങിട്ടേ അവളെ തിരിച്ചു വിടുന്നാക്കാന്ന്. കുഞ്ഞാറ്റ വന്നല്ലോ. ഇനി പച്ച ഞങ്ങൾ മൂന്നാൾ പോയിട്ടേ ഒന്ന് സിനിമ കണ്ടിട്ട് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം. അത് കലക്കി, അത് നന്നായി.